പിന്നെ ഇയാൾക്ക് ഇയാളുടേതായ താല്പര്യങ്ങൾ കുറച്ചുണ്ട്. അത് ഞാൻ മുമ്പും പറഞ്ഞ കാര്യം തന്നെ. ഇയാൾക്കൊന്ന് ഫേമസ് ആവണം, നല്ലൊരു ഡയറക്ടർ ആവണം, ഇയാൾക്ക് ഇയാളുടേതായ രീതിയിൽ ഒരു 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 ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ട്. അതിന് അയാൾ കോംപ്രമൈസ് ചെയ്തത് എങ്ങനെയാണ്? ഈ ദേശത്തെ ഒറ്റുകൊടുക്കുക എന്നുള്ള രീതിയിലാണ്. ദേശവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ അയാൾക്ക് ഒരു അയാളുടെ താല്പര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അയാൾ ഇവിടെ കണ്ടെത്തിയ ഒരു. അത് മാപ്പർഹിക്കുന്ന ഒരു കാര്യമേ അല്ല. പിന്നെ ഇയാൾക്ക് വേറൊരു കാര്യം, ഈ ദേശദ്രോഹികളായിട്ടുള്ള ജിഹാദികളും ബാക്കിയുള്ളവന്മാരെല്ലാവരും ഇവിടെ കിടന്ന് ഇദ്ദേഹത്തെ ജയ് വിളിക്കുമ്പോൾ അതിലങ്ങ് കുറെ അങ്ങ് സുഖിച്ചു പോകും. സ്വാഭാവികമല്ലേ, ജയ് വിളിക്കുമ്പോൾ എല്ലാവരും. പിന്നെ ഇയാളെ ആവശ്യമില്ലാത്ത ഒരു ഹീറോ പരിവേഷം കൊടുത്തു കഴിയുമ്പോൾ അത് സ്വാഭാവികമായി സൈക്കോളജിക്കലി അങ്ങനെ കുറെ കാര്യങ്ങൾ. എന്റെ മെയിൻ ആള് സുപ്രിയാണ്. അവരുടെ കട്ടയും പോലും മടങ്ങി പോകുന്ന ഒരു വാക്കുണ്ട് നാട്ടില്. ഇനി കണ്ടോ, പറഞ്ഞതെല്ലാം കാണിച്ചു തന്നല്ലോ അല്ലേ. വെട്ടുവെന്ന് പറഞ്ഞ് ആളറിഞ്ഞ് കളിക്കടാന്ന് പറഞ്ഞു. ഡാ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാവരെയും ഡാ എന്ന് വിളിക്കുന്ന പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെതിരെ ഒരു പോസ്റ്റ് ഞാൻ പറഞ്ഞത്. ശത്രു പുറത്തു നിന്ന് ആക്രമിക്കുമ്പോൾ അഹങ്കാരം ഉള്ളിരുന്ന് നമ്മളെ നശിപ്പിക്കും. ഇവൾ എന്ത് കളിയാ കണ്ടിട്ടുള്ളത്? ഇവൾ എത്ര കളി കണ്ടിട്ടുണ്ട് ആളറിഞ്ഞ കളിയെന്ന് പറഞ്ഞ? താങ്ങുമോ അവള്? ആ പെൺപിള്ള താങ്ങുമോ കളി, യഥാർത്ഥ കളി കണ്ടു കഴിഞ്ഞു?